ഹായ് ഓൾ, C308 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 1 എന്ന പേപ്പറിലെ മൊഡ്യൂൾ 6-ൽ നിന്നുള്ള എയർപോർട്ട് മാർക്കിങ്സിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഏപ്രിൽ 2018 5 മാർക്സിന് ഡിസ്ക്രൈബ് ദ വേരിയസ് മാർക്കിങ്സ് ഓൺ റൺവേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എന്താണ് എയർപോർട്ട് മാർക്കിംഗ് എന്ന് നോക്കാം. Airport markings are indications marked in a simple manner so that the pilot can easily spot and recognize to the various airport elements. അപ്പോൾ നമ്മൾ സോഫാർ ഈ മൊഡ്യൂളിൽ ഒത്തിരി എയർപോർട്ട് എലമെൻറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. എപ്രോൺ, ടാക്സി വേ, റൺവേ, ഷോൾഡർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൈലറ്റിന് ലാൻഡിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ടേക്ക് ഓഫിൻ്റെ ടൈമിൽ ഇതൊക്കെ ഏത് പാർട്സ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പാർട്ടിനും, അതായത് റൺവേക്ക് സെപ്പറേറ്റ്, ടാക്സി വേക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ മാർക്കിങ്സ് കൊടുക്കും പൈലറ്റിന് തിരിച്ചറിയാൻ അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ഇൻഡിക്കേഷൻസിനെ അല്ലെങ്കിൽ മാർക്കിങ്സിനെയാണ് നമ്മൾ എയർപോർട്ട് മാർക്കിങ്സ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് എയർപോർട്ട് മാർക്കിങ്സിൻ്റെ ഡിവിഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ റൺവേ മാർക്കിംഗ്, സെക്കൻഡ് വൺ ടാക്സി വേ മാർക്കിംഗ്, എപ്രോൺ മാർക്കിംഗ്, ഷോൾഡർ മാർക്കിംഗ്, വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഈ 6 എണ്ണമാണ് എയർപോർട്ട് മാർക്കിങ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇനി നമുക്കിതിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഫസ്റ്റ് വൺ ഏതായിരുന്നു? റൺവേ മാർക്കിംഗ്. അപ്പോൾ ഈ റൺവേ മാർക്കിങ്ങിനെ തന്നെ നമ്മൾ പിന്നും 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ്, റൺവേ ടച്ച് ഡൗൺ മാർക്കിംഗ്, റൺവേ എഡ്ജ് സ്ട്രിപ്പ് മാർക്കിംഗ്, റൺവേ സെൻറ്റർ ലൈൻ മാർക്കിംഗ് ആൻഡ് റൺവേ നമ്പറിംഗ്. അപ്പോൾ നമ്മൾ എയർപോർട്ട് മാർക്കിങ്ങിനെ 6 ക്ലാസിഫൈ ചെയ്തു. അതിലൊന്നാണ് റൺവേ മാർക്കിംഗ്. അതിനെ തന്നെ നമ്മൾ പിന്നും 5 ഈ പറയുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. നമുക്ക് അതിലെ ഫസ്റ്റ് വൺ നോക്കാം. ഏതാണ്? റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ്. It is an indication of the series of parallel lines starting from 6 meter from the runway end. അപ്പോൾ റൺവേയുടെ എൻഡിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാരലൽ ലൈൻസിനെയാണ് നമ്മൾ റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ് എന്ന് പറയുന്നത്. സംടൈംസ് ഇറ്റ്സ് ഡിസൈറബിൾ ടു ഡിസ്പ്ലേസ് ദിസ് ത്രെഷോൾഡ്, യൂഷ്വലി ടു ക്ലിയർ ആൻ ഒബ്സ്ട്രക്ഷൻ, ഹൗവർ വുഡ് റെഡ്യൂസ് ദ ലാൻഡിംഗ് ഡിസ്റ്റൻസ് ഓൺ റൺവേ. അപ്പോൾ നമ്മൾ റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ് കൊടുത്താലുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ലാൻഡിംഗ് ഡിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് റൺവേ ത്രെഷോൾഡ് മാർക്കിങ്ങിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ ഈ ബ്ലൂ സർക്കിളിൽ സർക്കിൾ ചെയ്തിരിക്കുന്നതാണ് റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ്. ഈ കണ്ടോ, ഈ വൈറ്റ് ആയിട്ടുള്ള പാരലൽ ലൈൻസ്, ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്ന വൈറ്റ് ആയിട്ടുള്ള പാരലൽ ലൈൻസ്, നമ്മൾ പറഞ്ഞ പോലെ റൺവേയുടെ എൻഡിൽ നിന്ന് 6 മീറ്റർ മാറിയിട്ട് പാരലൽ ലൈൻസ് ആയിട്ടാണ് റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ബിഗിനിങ് ഓഫ് റൺവേ ദാറ്റ് ഈസ് അവൈലബിൾ ആൻഡ് സ്യൂട്ടബിൾ ഫോർ ലാൻഡിങ്. അപ്പോൾ റൺവേയുടെ ബിഗിനിങ്ങിനെയാണ് ഈ റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പൈലറ്റിന് ലാൻഡിങ്ങിൻ്റെ ടൈമിൽ റൺവേ തുടങ്ങി എന്ന് അറിയാനായിട്ട് പറ്റും ഈ പാരലലായിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ലൈൻസ് കാണുമ്പോൾ. അതാണ് റൺവേ ത്രെഷോൾഡ് മാർക്കിങ്ങിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. റൺവേ ടച്ച് ഡൗൺ മാർക്കിംഗ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ലാൻഡിംഗ് സോൺ മാർക്കിംഗ്. അപ്പോൾ റൺവേ ടച്ച് ഡൗൺ മാർക്കിങ്ങിൻ്റെ മറ്റൊരു പേരാണ് ലാൻഡിംഗ് സോൺ മാർക്കിംഗ്. ദീസ് ആർ ഇൻഡിക്കേറ്റഡ് ബൈ എ സീരീസ് ഓഫ് സ്ട്രിപ്സ് മാർക്ക്ഡ് പാരലൽ ടു ദ സെൻറ്റർ ലൈൻ ഓഫ് റൺവേ. അപ്പോൾ റൺവേയുടെ സെൻറ്റർ ലൈനിന് പാരലലായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് സ്ട്രിപ്പിനെയാണ് റൺവേ ടച്ച് ഡൗൺ മാർക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ദ നമ്പർ ഓഫ് സ്ട്രിപ്സ് ഡിക്രീസസ് ഗ്രാജുവലി ഇൻ ദ ഡയറക്ഷൻ ഓഫ് ലാൻഡിംഗ്. അപ്പോൾ ലാൻഡിങ്ങിൻ്റെ ഡയറക്ഷനിൽ ഈ സ്ട്രിപ്പിൻ്റെ നമ്പർ ഡിക്രീസായി വരും. അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റൺവേ ത്രെഷോൾഡ് മാർക്കിംഗ് റൺവേ ടച്ച് ഡൗൺ മാർക്കിംഗ് കാണാനായിട്ട് പറ്റും. കാണുന്നുണ്ടോ? നമ്മളെ റൺവേ, ഇതാണ് നമ്മുടെ റൺവേ, ഈ ഡയറക്ഷനിൽ പോകുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ റൺവേ ടച്ച് ഡൗൺ മാർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? സീരീസ് ഓഫ് സ്ട്രിപ്സ് ആണ്. കാണുന്നില്ലേ? 3 സ്ട്രിപ്പായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പാരലൽ ടു സെൻറ്റർ ലൈൻ.
നമ്മുടെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്ന ഇതാണ്. അതിന് പാരലലായിട്ടുള്ള ഈ രണ്ട് സൈഡിലുള്ള 3 സ്ട്രിപ്പിനെയാണ് നമ്മൾ റൺവേ ടച്ച് ഡൗൺ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. റൺവേ എഡ്ജ് സ്ട്രിപ്പ് മാർക്കിംഗ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ലോങ് കണ്ടിന്യൂസ് സ്ട്രിപ്പ് placed near the edge of the runway provided when the pavement width is more than 45 meter. അപ്പോൾ ഇത് നമ്മൾ എപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പേയ്മെൻറ്റിൻ്റെ വിഡ്ത്ത് മോർ ദാൻ 45 മീറ്റർ ആണെങ്കിലാണ് നമ്മൾ റൺവേ എഡ്ജ് സ്ട്രിപ്പ് മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതെന്താണ്? ഇറ്റ് ഈസ് എ ലോങ് കണ്ടിന്യൂസ് സ്ട്രിപ്പ് പ്ലേസ്ഡ് നിയർ ദ എഡ്ജ് ഓഫ് റൺവേ. റൺവേയുടെ എഡ്ജിന് സൈഡിലായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോങ് ആയിട്ടുള്ള കണ്ടിന്യൂസ് സ്ട്രിപ്പിനെയാണ് നമ്മൾ റൺവേ എഡ്ജ് സ്ട്രിപ്പ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്നുണ്ടോ? ഇവിടെ നമ്മുടെ റൺവേ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ എഡ്ജ്, കറക്റ്റ് എഡ്ജിലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന റോഡിൻ്റെ 2 സൈഡിലുള്ള ആ വൈറ്റ് ലൈൻസ് പോലെ നമ്മൾ റൺവേയുടെ 2 സൈഡിലും കൊടുക്കുന്ന ആ വൈറ്റ് ലൈൻസിനെയാണ് നമ്മൾ എഡ്ജ് മാർക്കിംഗ് അല്ലെങ്കിൽ റൺവേ എഡ്ജ് സ്ട്രിപ്പ് മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ റൺവേ നമ്പറിംഗ്. Each runway is marked with a number indicates the magnetic azimuth, that is angle measured from north of runway landing direction. ഇപ്പോൾ റൺവേ നമ്പറിംഗ് എന്ന് പറയുന്നത് നമ്മൾ റൺവേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നമ്പറാണ്. ഈ നമ്പർ എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മാഗ്നറ്റിക് അസിമത്തിനെയാണ് ഈ റൺവേ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മാഗ്നറ്റിക് അസിമത്ത് എന്ന് പറയുന്നത് റൺവേ ലാൻഡിങ്ങിൻ്റെ നോർത്ത് ഡയറക്ഷനിലുള്ള ഒരു ആംഗിളാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ ഫിഗറിൽ നമുക്ക് കാണാം, ഇവിടെ നമ്മൾ 09R എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ റൺവേ നമ്പറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റൺവേ ഏത് ഡയറക്ഷനിലാണോ നമ്മുടെ റൺവേ ഫേസ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലുള്ള മാഗ്നറ്റിക് അസിമത്തിനെയാണ് നമ്മൾ റൺവേ നമ്പറിംഗ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 09 എന്ന് കൊടുക്കാനുള്ള റീസൺ നമ്മുടെ മാഗ്നറ്റിക് ഹെഡിങ് എന്ന് പറയുന്നത് 090 നമ്മൾ 09 എന്ന് നമ്പർ കൊടുത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം. റൺവേ സെൻറ്റർ ലൈൻ. സെൻറ്റർ ലൈൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ബ്രോക്കൺ സ്ട്രിപ്പ് റണ്ണിങ് അലോങ് ദ എൻറ്റയർ ലെങ്ത് ഓഫ് വിഡ്ത്ത് 90 സെൻറ്റിമീറ്റർ. ഇപ്പോൾ സെൻറ്റർ ലൈൻ നമുക്കറിയാമല്ലേ, റോഡിൻ്റെ സെൻറ്റർ ലൈൻ പോലെ തന്നെ റൺവേയുടെ സെൻറ്റർ ലൈനിലും സെൻറ്ററിലായിട്ട് ബ്രോക്കൺ ആയിട്ടുള്ള സ്ട്രിപ്പായിട്ടാണ് നമ്മൾ ഈ സെൻറ്റർ ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സോളിഡ് ആയിട്ടുള്ള വൈറ്റ് സ്ട്രിപ്പ് വെച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഗ്യാപ്പ്, ഇടയ്ക്കുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 80 ഫീറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് റൺവേ സെൻറ്റർ ലൈനിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ കംപ്ലീറ്റ് ചെയ്തു, റൺവേ മാർക്കിംഗ്. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം, ടാക്സി വേ മാർക്കിംഗ്. നമ്മൾ പറഞ്ഞ റൺവേ മാർക്കിങ്ങിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചായിരുന്നു, എല്ലാം വൈറ്റ് കളറായിരുന്നു അല്ലേ. അപ്പോൾ റൺവേ മാർക്കിംഗ് എപ്പോഴും നമ്മൾ വൈറ്റ് കളറിലാണ് ചെയ്യുന്നത്. ടാക്സി വേ മാർക്കിംഗ് എപ്പോഴും യെല്ലോ കളറിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ടാക്സി വേ മാർക്കിംഗ് നോക്കാം. ഓൾ ടാക്സി വേ മാർക്കിങ്സ് ആർ ഇൻ യെല്ലോ പെയിൻറ്റ്. അപ്പോൾ ടാക്സി വേ മാർക്കിംഗ് എല്ലാം യെല്ലോ കളറിലായിരിക്കും. The center line of taxiway is a single strip continuous line which terminates at runway edge or is curved into the center line of runway. ഈ ഫിഗറിൽ നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് നമ്മൾ ടാക്സി വേയുടെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ടാക്സി വേയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ റൺവേ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അതുവരെ നമ്മൾ, അല്ലെങ്കിൽ റൺവേയുടെ എഡ്ജ് വരെ നമ്മൾ സെൻട്രൽ ലൈൻ ടാക്സി വേക്ക് പ്രൊവൈഡ് ചെയ്യും. ഇനി റൺവേയുടെ അടുത്ത് എത്തുമ്പോൾ ഈ സെൻട്രൽ ലൈൻ നമ്മൾ കുറച്ച് കർവ്ഡ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അറ്റ് ടാക്സി വേ ഇൻ്റർസെക്ഷൻ ദ സെൻട്രൽ ലൈൻ കണ്ടിന്യൂസ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ. അപ്പോൾ ടാക്സി വേ ഇൻ്റർസെക്ഷനിൽ ടാക്സി വേ മാർക്കിങ്ങിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇൻ്റർസെക്ഷനിലൂടെ കണ്ടിന്യൂ ചെയ്ത് പോകും.
A holding line is marked before taxiway reaches a runway, usually at a distance of 30 meter. അപ്പോൾ നമ്മൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഒരു ഹോൾഡിംഗ് ലൈന് മാർക്ക് ചെയ്യും. ഈ കാണുന്ന പോലെ ഒരു ഹോൾഡിംഗ് ലൈന് മാർക്ക് ചെയ്യും. എപ്പോഴാണ് നമ്മൾ റൺവേ 30 മീറ്റർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു ഹോൾഡിംഗ് ലൈന് ഈ ടാക്സി വേയിൽ മാർക്ക് ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവാൻ നമുക്ക് ആദ്യത്തെ നോക്കാം. ഓക്കെ, ഇതിൽ ടാക്സി വേ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ടാക്സി വേ മാർക്കിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്, ടാക്സി വേ മാർക്കിംഗ് യെല്ലോ കളറിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇതൊരു സിംഗിൾ സ്ട്രിപ്പാണ്. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഒരു സിംഗിൾ സ്ട്രിപ്പാണ്. ടാക്സി വേയുടെ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്യുന്നത്. പിന്നെ ഇത് റൺവേയുടെ എഡ്ജ് എത്തുമ്പോഴേക്കും ഡിസ്കണ്ടിന്യൂസ് ആവും, അല്ലെങ്കിൽ സ്റ്റോപ്പ് ആവും. റൺവേയുടെ എഡ്ജിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഇത് കർവ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഒരു പോയിൻ്റ്, ഇതിൽ നമ്മളൊരു ഹോൾഡിംഗ് ലൈൻ മാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യും. അതെപ്പോഴാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? റൺവേയിൽ നിന്ന് 30 മീറ്റർ ലെങ്ത് മാറിയിട്ട് ടാക്സി വേയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാർക്കിംഗ് ആണ് ഹോൾഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്നതാണ് ഹോൾഡിംഗ് ലൈൻസ്. നമുക്ക് അടുത്ത മാർക്കിംഗ് നോക്കാം, ഏപ്രൺ മാർക്കിംഗ്. These are certain guidelines that are provided in yellow paint to help the pilot maneuver the aircraft on the apron. അപ്പോൾ നമ്മൾ എപ്രോണിലേക്ക് എയർക്രാഫ്റ്റിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പൈലറ്റിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കിങ്ങിനെയാണ് നമ്മൾ എപ്രോൺ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇതും യെല്ലോ കളറിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. These guidelines shows the path nose gear should follow. Since aprons are subjected to fuel spillage, fuel resistant paint is usually used. അപ്പോൾ എപ്രോൺ മാർക്കിംഗ് ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഫ്യൂവൽ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം എപ്രോൺസിൽ എപ്പോഴും ഫ്യൂവൽ സ്പില്ലേജ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് എപ്രോൺ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മാർക്കിംഗ് നോക്കാം, ഷോൾഡർ മാർക്കിംഗ്. ഓൾ ഷോൾഡർ മാർക്കിംഗ് ആർ ഇൻ യെല്ലോ പെയിൻറ്റ്. അപ്പോൾ ഷോൾഡർ മാർക്കിങ്ങും നമ്മൾ ചെയ്യുന്നത് യെല്ലോ കളറിലാണ്. ദീസ് ആർ മാർക്ക്ഡ് വിത്ത് ഡയഗണൽ ലൈൻസ് വിത്ത് 90 സെൻറ്റിമീറ്റർ വിഡ്ത്ത് ഇൻ ഷോൾഡർ റീജിയൻസ് ബിയോണ്ട് എഡ്ജ് സ്ട്രിപ്പ് ഓഫ് എ റൺവേ. അപ്പോൾ റൺവേയുടെ എഡ്ജ് സ്ട്രിപ്പിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഷോൾഡർ റീജിയനിലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഡയഗണൽ ലൈൻസിനെയാണ് നമ്മൾ ഷോൾഡർ മാർക്കിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ റൺവേയുടെ സെൻറ്റർ ലൈൻ ഇതാണ്. റൺവേയുടെ എഡ്ജ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയും പോർഷനാണ് നമ്മുടെ റൺവേ. റൺവേ കഴിഞ്ഞിട്ട് ഇതാ ഇത്രയും ഭാഗത്ത് ഓക്കെ, ഇതാണ് നമ്മുടെ റൺവേ. സെൻറ്റർ ലൈൻ ഇതാണ്, എഡ്ജ് ലൈൻ ഇതാണ്. രണ്ട് എഡ്ജ് ലൈൻസ് ഉണ്ട്. റൺവേയുടെ എഡ്ജ് ലൈൻസിൽ നിന്ന് 90 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് റൺവേ ഷോൾഡർ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണുന്ന പോലെ ഇത് ഡയഗണലായിട്ടുള്ള ലൈൻസാണ് റൺവേ ഷോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, in case of taxiway shoulders, these markings are perpendicular to the direction of travel of aircraft. ഇനി ടാക്സിവേ ഷോൾഡറിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കിയത് റൺവേ ഷോൾഡറാണ്. ഇനി ടാക്സിവേ ഷോൾഡർ ആണെങ്കിൽ നമ്മളത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് എങ്ങനെയാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടോ, ഫിഗറിൽ കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ടാക്സിവേ. ഇത് ടാക്സിവേയുടെ എഡ്ജ് ലൈൻസാണ്. ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഇങ്ങനെ പെർപെൻഡിക്കുലർ സ്ട്രിപ്പായിട്ടാണ് നമ്മൾ ടാക്സിവേ ഷോൾഡർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ റൺവേ ഷോൾഡർ എങ്ങനെയായിരുന്നു? 90 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ഡയഗണലായിട്ടുള്ള സ്ട്രിപ്പായിട്ടായിരുന്നു നമ്മൾ റൺവേ ഷോൾഡർ പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ്. ബ്ലാസ്റ്റ് പാഡ്സ് അറ്റ് ദി എൻഡ് ഓഫ് റൺവേസ് ആർ മാർക്ക്ഡ് ഇൻ യെല്ലോ കെവ്രോൺ പാറ്റേൺ. അപ്പോൾ ഇതിൽ നമ്മൾ ബ്ലാസ്റ്റ് പാഡ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി യൂസ് ചെയ്യുന്നുണ്ട്. യെല്ലോ കളറിലുള്ള ഈ ഒരു പാറ്റേണിൽ നമ്മൾ
ബ്ലാസ്റ്റ് പാഡ് കൂടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അടുത്ത മാർക്കിംഗ് ആണ് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. These represent the direction in which the wind blows and are usually done using a wind cone placed at the center of segmented circle. ഇപ്പോൾ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വിൻഡിൻ്റെ ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. വിൻഡ് ഏത് ഡയറക്ഷനിലാണോ ബ്ലോ ചെയ്യുന്നത് അതാണ് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു വിൻഡ് കോൺ യൂസ് ചെയ്തിട്ടാണ്. ഈ വിൻഡ് കോൺ നമ്മളൊരു സെഗ്മെൻറ്റഡ് സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യും. ഫിഗർ കാണുന്നുണ്ടോ? നമ്മൾ സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ കൊണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു വിൻഡ് കോൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ വിൻഡ് കോണിൽ നിന്നാണ് നമ്മൾ ഈ റീഡിങ്സ് എടുക്കുന്നത്. These segmented circles are usually Gable proof, shaped at 1:1 pitch so that the pilot can detect it from a considerable distance. അപ്പോൾ ഈ സെഗ്മെൻറ്റഡ് സർക്കിളിൻ്റെ പ്രത്യേകത ഇത് 1:1 പിച്ചിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം പൈലറ്റിന് ഒത്തിരി ദൂരത്തുനിന്ന് ഈ സെഗ്മെൻറ്റഡ് സർക്കിൾ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ഈ സെഗ്മെൻറ്റഡ് സർക്കിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Other types of wind direction indicators is a truncated cone made of fabric usually placed away from buildings, usually in red and white or orange and white fabric. അപ്പോൾ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ ഈ സെഗ്മെൻറ്റഡ് സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള വിൻഡ് കോൺ അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ട്രൺകേറ്റഡ് ഷേപ്പിലുള്ള കോൺ ഉണ്ടാവും. അത് നമ്മളൊരു റെഡ് ആൻഡ് വൈറ്റ് കളറിലായിരിക്കും, അല്ലെങ്കിൽ ഓറഞ്ച് ആൻഡ് വൈറ്റ് കളറിലുള്ള ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ള ഒരു കോണും നമ്മൾ ചില കണ്ടീഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്ററിൻ്റെ എൻലാർജ്ഡ് ആയിട്ടുള്ള പിക്കാണ് ഈ കാണുന്നത്. Okay, next one, landing direction indicators. These are in the form of T or tetrahedron placed at the center of segmented circle to show the pilot the active runway direction. അപ്പോൾ ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് റൺവേയിൽ നമുക്ക് ലാൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഡയറക്ഷൻസ് തരുന്നതാണ് ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ്. ഇതിൻ്റെ ഷേപ്പ് മെയിനായിട്ട് ഒരു ടെട്രാഹെഡ്രൺ ഷേപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. ഈ ഫിഗറിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ടി ഷേപ്പ്, ടി ക്യാപിറ്റൽ, ഈ ടി ലെറ്റർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ടെട്രാഹെഡ്രൺ ഷേപ്പിലായിരിക്കും നമ്മൾ ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലേസ്ഡ് അറ്റ് ദി സെൻറ്റർ ഓഫ് സെഗ്മെൻറ്റഡ് സർക്കിൾ. അപ്പോൾ ഇത് നമ്മൾ ഈ സെഗ്മെൻറ്റഡ് സർക്കിളിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടു ഷോ ദി പൈലറ്റ് ദി ആക്റ്റീവ് റൺവേ ഡയറക്ഷൻ. ആക്റ്റീവായിട്ടുള്ള റൺവേ ഡയറക്ഷൻ ഏതാണെന്നാണ് നമ്മൾ ഇതുവഴി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂഷ്വലി പ്രൊവൈഡഡ് വിത്ത് ലൈറ്റ്സ് അറ്റ് ദി നൈറ്റ്. അപ്പോൾ നൈറ്റ് സമയത്ത് ഇതിൽ ലൈറ്റും കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ഫിഗറിൽ കാണുന്ന പോലെ രാത്രി സമയങ്ങളിൽ ഇതിൽ ലൈറ്റ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ടുള്ള എയർപോർട്ട് മാർക്കിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മാർക്കിങ്സ് റൺവേ മാർക്കിംഗ്, ടാക്സി വേ, എപ്രൺ, ഷോൾഡർ, വിൻഡ് ഡയറക്ഷൻ, ലാൻഡിംഗ് ഡയറക്ഷൻ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. റൺവേയിൽ തന്നെ അഞ്ചെണ്ണം പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞത് റൺവേ ത്രെഷോൾഡാണ്. ഇതെന്ന് പറയുന്നത് റൺവേയിലെ സെൻട്രൽ ലൈനിൽ നിന്ന് പാരലലായിട്ട് ഒരു സീരീസ് ഓഫ് ലൈൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് റൺവേ ത്രെഷോൾഡ് എന്ന് പറയുന്നത്. അത് റൺവേ ബിഗിനിങ്ങിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് റൺവേ ടച്ച് ഡൗൺ മാർക്കിങ്സ് ആണ്. റൺവേ ടച്ച് ഡൗൺ എന്ന് പറയുമ്പോൾ തിന്നായിട്ടുള്ള വൈറ്റ് സ്ട്രിപ്പാണെന്ന് പറഞ്ഞു. അത് സെൻട്രൽ ലൈനിൽ നിന്ന് കുറച്ച് ദൂരം മാറിയിട്ട് പാരലലായിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ റൺവേയുടെ എഡ്ജ് സ്ട്രിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൺവേയുടെ രണ്ട് സൈഡിലുള്ള സ്ട്രിപ്പിനെയാണ് നമ്മൾ എഡ്ജ് സ്ട്രിപ്പ് മാർക്കിംഗ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് നമ്മൾ റൺവേ നമ്പറിംഗ് പറഞ്ഞു. റൺവേയുടെ
സെൻട്രലായിട്ടൊരു നമ്പർ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ മാഗ്നറ്റിക് അസിമത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ റൺവേ ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത് ആ ഡയറക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നമ്പേഴ്സാണ് റൺവേ നമ്പറിൽ എഴുതിയിട്ടുണ്ടാവുക. പിന്നെ നമ്മൾ റൺവേ സെൻറ്റർ ലൈൻ മാർക്കിംഗ് പറഞ്ഞു. അത് വേറൊന്നുമില്ല, റൺവേയുടെ സെൻറ്റർ ലൈനാണ് വൈറ്റ് ആയിട്ടുള്ള ബ്രോക്കൺ ആയിട്ടുള്ള സ്ട്രിപ്പ് യൂസ് ചെയ്ത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത് നമ്മൾ നോക്കിയത് ടാക്സി വേ മാർക്കിംഗ് ആണ്. ഇതിൽ റൺവേ മാർക്കിംഗ് മാത്രമേ നമ്മൾ വൈറ്റ് കളറെന്ന് പറഞ്ഞുള്ളൂ, ബാക്കി എല്ലാ മാർക്കിങ്സും യെല്ലോ പെയിൻറ്റിലാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ടാക്സി വേ മാർക്കിംഗ് യെല്ലോ കളറാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് വരെയുണ്ട്, റൺവേയുടെ സെൻറ്റർ ലൈൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റൺവേയുടെ എൻഡ് സ്ട്രിപ്പ് വരെ നമ്മൾ ടാക്സി വേ മാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. റൺവേയുടെ അടുത്ത് എത്തുമ്പോഴേക്കും അത് ചെറുതായിട്ട് കർവ് ആയിരിക്കും എന്നും പറയും. പിന്നെ നമ്മൾ റൺവേ മാർക്കിങ്സിൽ കൊടുക്കുന്ന ഈ ഹോൾഡിംഗ് ലൈനിൻ്റെ കാര്യം പറഞ്ഞു. ഒരു 30 മീറ്റർ മാറിയിട്ട് ഒരു ഹോൾഡിംഗ് ലൈന് നമ്മൾ ഈ ടാക്സി വേ മാർക്കിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അടുത്ത ഏപ്രോൺ മാർക്കിങ്സ് പറഞ്ഞു. അതും യെല്ലോ തന്നെയാണ്. പിന്നെ അത് ഫ്യൂവൽ സ്പില്ലേജ് ഉണ്ടാവാതിരിക്കാൻ ഫ്യൂവൽ റെസിസ്റ്റൻറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് ഷോൾഡർ മാർക്കിംഗ് പറഞ്ഞു. ഷോൾഡർ മാർക്കിംഗ് തന്നെ നമ്മൾ റൺവേയിലാണെങ്കിൽ 90 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ റൺവേയുടെ എൻഡ് ലൈൻസിൽ നിന്ന് മാറിയിട്ട് ഡയഗണലായിട്ടുള്ള ലൈൻസാണെന്ന് പറഞ്ഞു. അതേസമയം ടാക്സി വേയിലാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ ഷോൾഡർ മാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്ത് വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്ററും ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്ററുമാണ് പറഞ്ഞത്. ഇത് രണ്ടും നമ്മൾ സെഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിൽ വിൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വിൻഡിൻ്റെ ഡയറക്ഷൻ തരും. അതിനുവേണ്ടി നമ്മൾ വിൻഡ് കോണാണ് യൂസ് ചെയ്യുന്നത്. ലാൻഡിംഗ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് തരുന്നത് ലാൻഡിംഗ് ഡയറക്ഷൻ ആക്റ്റീവായിട്ടുള്ള റൺവേ ഡയറക്ഷനാണ് തരുന്നത്. അത് ടി അല്ലെങ്കിൽ ടെട്രാഹെഡ്രൺ ഷേപ്പ് ആയിരിക്കും എന്നും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എഴുതുമ്പോൾ ഫിഗർ വരയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.